Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന പരിപാടികളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോർവേയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കണ്ണുകളടച്ച് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഉള്ള ജോലി കർത്താവെ മറ്റൊരു സ്ഥലത്ത് സ്ഥിരമായി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. മനോഹരമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല തലമുറകളെ കർത്താവെ അങ്ങ് കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരൻ റോഹാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, നല്ലൊരു ജോലി നൽകണമേ കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, നല്ല തലമുറകളെ കർത്താവെ അങ്ങ് കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ സാമ്പത്തിക സഹായിയോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Damien, ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ബാംഗ്ലൂർ ഡെലിവറൻസ് ക്ലിനിക് 2017. ഫെബ്രുവരി 21-22. സമയം രാവിലെ 10 മുതൽ 4:30 വരെ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് സെന്റർ, വിശ്രാന്തി നിലയം, CSI വിമൻസ് ഹൗസ്, ഇൻഫാൻട്രി റോഡ്, ഹിന്ദു ന്യൂസ് പേപ്പറിന് എതിർവശം. ബ്ലെസ്സിംഗ് ടുഡേ ടീം ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 070-220-12173. Creation happens in two phases and two realms. ഇനിയിപ്പോൾ എഴുതി വെക്കുക, ക്രിയാത്മകത സംഭവിക്കുന്നത് രണ്ട് തലങ്ങളിലും രണ്ട് വശങ്ങളിലുമാണ്. Number one, in your imagination. ഒന്നാമതായിട്ട് അത് നിങ്ങളുടെ ഭാവനയിലാണ്. Number two, in reality. രണ്ടാമതായിട്ട് അത് യാഥാർത്ഥ്യത്തിലാണ്. Before something materializes, before something takes place, first form or conceive in our imagination. ഓർക്കുക, ഒരു കാര്യം സാധ്യമായി തീരണമെങ്കിൽ, അതില്ലെങ്കിൽ കാണപ്പെടാവുന്ന രീതിയിൽ ഒരു ഭൗതിക വസ്തുവായി തീരണമെങ്കിൽ അത് ആദ്യം നമ്മുടെ ഭാവനയിൽ ഉരുത്തിരിയണം. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? And in the imagination or in our mind we receive an idea. ഓർക്കുക, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ മനസ്സിൽ അതിനെ പ്രതിയുള്ള ഒരു ആശയം നമുക്കുണ്ടാകുന്നു. Creation happens through our imagination and prayer. ഓർക്കുക, നമ്മുടെ ഭാവനയിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയുമാണ് ഒരു സൃഷ്ടിപ്പ് സംഭവിക്കുന്നത്. വീണ്ടും പറ സിസ്റ്ററെ. നമ്മുടെ ഭാവനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഒരു സൃഷ്ടിപ്പ് സംഭവിക്കുന്നത്. One more time please. നമ്മുടെ ഭാവനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഒരു സൃഷ്ടിപ്പ് സംഭവിക്കുന്നത്. Hallelujah. Hallelujah. Sometimes God will give you an idea. ചില സമയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് ഒരു ആശയമാണ്. Sometimes God will give you a dream. ചില സമയത്ത് ഒരു സ്വപ്നം ദൈവം നൽകും. Sometimes God will give you a vision. ചില സമയത്ത് ദർശനം ദൈവം നൽകും. That is in your imagination or in your mind. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവനയിൽ, നിങ്ങളുടെ മനസ്സിലായിരിക്കും. Hallelujah. Hallelujah. The next step is prayer. അടുത്ത പടി എന്നുള്ളത് പ്രാർത്ഥനയാണ്. തള്ളക്കോഴി മുട്ടയുടെ മുകളില് എന്താ പറയാ, അടയിരിക്കുന്നത് എത്ര പേർ കണ്ടിട്ടുണ്ട്?
നാച്ചുറൽ ഇൻക്യുബേറ്റർ അല്ലേ, ചിക്കൻ ഇൻക്യുബേറ്റർ. ഈ ചിറക് ഇങ്ങനെ പിടിച്ച് ആ ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് ഇത് വെച്ചുകൊണ്ടിരിക്കും മുട്ടകൾ. ആഫ്റ്റർ 21 days ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മുട്ടയല്ല കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? കോഴിക്കുഞ്ഞ്. അതിനകത്ത് നിന്നും ജീവനുള്ളൊരു കോഴിക്കുഞ്ഞ് കൊച്ചു കൊക്ക് കൊണ്ട് പൊട്ടിച്ച് മുട്ടത്തോടൊക്കെ പറിച്ച് പൊളിച്ച് കളഞ്ഞ് വെളിയിലേക്ക് വരും. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഇന്ന് സ്വപ്നം കാണുന്ന, എൻ്റെ പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന പലതും പ്രാർത്ഥനയിൽ നീ അടയിരിക്കുമ്പോൾ അതിൻ്റെ കൊക്കുകൊണ്ട് കൊത്തി 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 തൊണ്ട് പൊളിച്ച് വെളിയിൽ വരാൻ പോകുകയാണ്. Hallelujah. Hallelujah. Now for that, if you want to bring about creativity in your life, number one, all the negative imagination should be deleted. ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിപ്പ് നടത്തുവാൻ ക്രിയാത്മക ശേഷിയോടെ പുതിയ കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ള ഒന്നാമതായി നിങ്ങൾ പോസിറ്റീവ് മനസ്സുള്ളവരായിട്ട് നിങ്ങൾ മാറുക, പ്രസാദാത്മക മനസ്സുള്ളവരായി മാറുക. 2 Corinthians chapter 10 verse number 4 and 5. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. For the weapons of our warfare are not carnal but mighty in God for pulling down strongholds, casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല. ചേർന്ന് വായിക്കാമോ? പിന്നെയോ കോട്ടകളെ നശിപ്പിക്കുവാൻ തക്ക ദൈവശക്തി ഉള്ളവ തന്നെ. ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു. Verse number 4 says, God has given you some spiritual weapons which are not worldly but so spiritual. 4-ാമത്തെ വചനം അവിടെ പറയുന്നത് ദൈവം നമ്മുടെ കയ്യിൽ ചില ആത്മികമായ ആയുധങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും ലോകത്തിന്റെ ആയുധങ്ങളല്ല, ദൈവികമായിട്ടുള്ള ആയുധങ്ങളാണ്. Verse number 5 says, using these weapons you can pull down all negative imagination. 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ തകർക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. That is a wonderful thing. ഇതൊരു മനോഹരമായ കാര്യമാണ്. All of us, we think negatively at times. നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും തെറ്റായ ചിന്തകൾ, നിഷേധാത്മകമായ ചിന്തകൾ ഉള്ളവരാണ്. Some of these imaginations and thoughts are unscriptural, unbiblical, ungodly. ഇത്തരത്തിലുള്ള തെറ്റായ ഈ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് ദൈവികമല്ലാത്തതും തിരുവചന അനുസൃതം അല്ലാത്തതുമായിട്ടുള്ള കാര്യമാണ്. Even though you are born again, even though you are a child of God, even though you have received the baptism of the Holy Spirit, sometimes in our mind, sometimes in our imagination, negative things will come. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾ സ്നാനമെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള തെറ്റായ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉരുവാകാറുണ്ട്. Hallelujah. Hallelujah. That is the time you can use the spiritual weapons the Lord has given you. ആ സമയത്താണ് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ആത്മീകമായ ആയുധങ്ങളെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. And with that you can cast down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. ആ ആയുധം എടുത്തുകൊണ്ട് ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ അത് നിമിത്തം കീഴടക്കാൻ സാധിക്കും. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. Thus we can have victory in our thinking, victory in our mind. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ജയം ഏറ്റെടുക്കുവാൻ സാധിക്കും. Isaiah chapter number 40 verse number 13 and 14. ഇനി യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 13-14 വചനങ്ങളിൽ വരുമ്പോൾ, Who has directed the Spirit of the Lord, or his counselor has taught him? With whom did he take counsel, and who instructed him and
taught him in his path of justice, who taught him knowledge and showed him the way of understanding. 13-ാമത്തെ വചനം, യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയും അവന് ഉപദേഷ്ടാവായി അവനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തവൻ ആര്? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാത പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് ആരോടാകുന്നു അവൻ ഉപദേശം ചോദിച്ചത്? Hallelujah. Hallelujah. So God is a creator and he does not need anyone's counsel for doing things. He has no minister like that. He has no counselor like that. ഓർക്കുക, ദൈവം ഒരു സൃഷ്ടാവാണ്. എന്നാൽ ഈ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ദൈവത്തെ ഉപദേശിക്കുവാൻ വേണ്ടി, അവൻ ഉപദേശം നടക്കുവാൻ വേണ്ടി ഒരു ഉപദേഷ്ടാക്കന്മാരുടെയും ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. He is such an omnipotent God. കാരണം അവൻ സർവശക്തനായ He is ദൈവമാണ്. such a sovereign God. അവൻ അത്രത്തോളം പരമോന്നതാധികാരമുള്ളവനാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായി ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിങ്ങളുടെ മുൻപിലെത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഓരോ ദിവസവും സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെയായിട്ട് നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതോടൊപ്പം തന്നെ മറ്റു പല പ്രവർത്തനങ്ങളും ബ്ലെസ്സിംഗ് ടുഡേയുടെ കൂട്ടത്തിൽ അതിനോടൊപ്പം അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ പങ്കാളികളായി തീരുവാനായിട്ട് ചില പാർട്ട്നേഴ്സിനെ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് 0484-422-133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയച്ചാൽ മാത്രം മതി. നമ്മുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ, ഒരു ചെറിയ രീതിയിലോ വലിയ രീതിയിലോ കൈത്താങ്ങായി തീരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് മിസ് കോൾ ചെയ്താലും. Hallelujah. ഹല്ലേലൂയ. Now this is what I practice in my life. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമാക്കുന്ന കാര്യം ഇതാണ്. Sometimes when I pray, ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, sometimes when I meditate, ചില സമയത്ത് ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ, sometimes when I stay in the presence of God, ചില സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ God will give me a new idea. ദൈവം എനിക്ക് പുതിയ ചില ആശയങ്ങൾ നൽകാറുണ്ട്. Hallelujah. ഹല്ലേലൂയ. A new dream, ഒരു പുതിയ സ്വപ്നം, a new vision. ഒരു പുതിയ ദർശനം. Usually what I do is I will either write it down or draw it on a piece of paper. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പറിൽ ഞാനത് വരയ്ക്കുകയോ ചെയ്തു വെക്കും. And then I start praying, Lord, if this is from you, this should materialize. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഇത് അങ്ങേ നിന്നാണെങ്കിൽ ഇത് അതുപോലെ സംഭവിക്കുന്നത് ഞാൻ കാണട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. God has given us creativity. ദൈവം നമുക്ക് ക്രിയാത്മക Our ശേഷി നൽകി. God is a creator. ഓർക്കുക, നമ്മുടെ ദൈവം ഒരു And സൃഷ്ടാവാണ്. he has given us the gift of imagination. എന്ന് മാത്രമല്ല അവൻ നമുക്ക് ഭാവന കാണുവാനുള്ള കഴിവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. And when we blend our imagination with Holy Spirit prayer, something will be birthed, something will be created. ഓർക്കുക, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഭാവനകളെ പരിശുദ്ധാത്മാവിനോട് ചെന്ന് പ്രാർത്ഥനയിൽ അതിനെ കൂട്ടി കലർത്തുമ്പോൾ ഇന്നുവരെ കാണാത്ത അതീതമായിട്ടുള്ള ചില യാഥാർത്ഥ്യമായി ചില സംഭവിക്കാൻ പോകുകയാണ്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Isaiah 42 verse number 9. യേശയ്യാവിന്റെ പ്രവചനം 42:9. See, the former things have taken place and new things I declare. Before they spring into being, I announce them to you. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയവ അറിയിക്കുന്നു, അവ ഉത്ഭവിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും പിടികിട്ടിയിട്ടില്ല. Slow down, read it again. 9-ാമത്തെ വചനം, പണ്ട് പ്രസ്താവിച്ചത് ഇരുത്തി ചിന്തിക്കുക. പണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇതാ സംഭവിച്ചിരിക്കുന്നു. നിറവേറി. പണ്ട് കിട്ടിയ പല വാഗ്ദത്തങ്ങളും നിറവേറിയിട്ടില്ലേ? ആമേൻ. പ്രാർത്ഥനാ ഡയറിയിൽ പലതിനും ടിക്ക് മാർക്ക് വീണില്ലേ? ആമേൻ. ആ പണ്ട് പറഞ്ഞ പലതും നടന്നില്ലേ? ആമേൻ. ഇനി എന്താ? ഇതാ ഞാൻ പുതിയവ അറിയിക്കുന്നു. ഇനി പുതിയ ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുകയാണ്. അവ ഉത്ഭവിക്കുന്നതിന് മുൻപേ, വരാൻ പോകുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്നെ ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ദൂതനോടല്ല, കന്നുകാലികളോടല്ല, നായ്ക്കളോടല്ല, നിന്നെ ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു. ആമേൻ. എൻ്റെ ബ്രദറെ, ഇതുവരെ ഒരു വീടില്ല. 22 വർഷമായി വാടക വീട്ടിൽ കഴിയുന്നു. ഗുട്ടൻസ് പറഞ്ഞു തരട്ടെ? പറഞ്ഞോട്ടെ. ഒരു സ്വന്തം വീടിൽ
താക്കോലിട്ട് തുറന്നതിൻ്റെ ഹൗസ് വാമിങ് നടക്കുന്നത്, പായസം കൊടുക്കുന്നത് നിന്റെ ഇവിടെ കാണണം. എന്നിട്ട് മുട്ടുകുത്തണം. Because the Bible says God can do beyond our imagination and beyond our calculation, beyond what we ask for. കാരണം ബൈബിൾ പറയുന്നത് നാം ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, നാം ഭാവന കാണുന്നതിനേക്കാൾ, കണക്കുകൾ കൂട്ടിക്കിഴിച്ച് വെച്ചിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. Our God is a king. ഓർക്കുക, നമ്മുടെ ദൈവം രാജാവാണ്. We are not beggars. നമ്മൾ ആരും യാചകരുമല്ല. Pray like this: Father, I am your son, I am your daughter. You know my need. പകരം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: പിതാവേ, ഞാൻ അങ്ങയുടെ മകനാണ്, മകളാണ്, എൻ്റെ ആവശ്യം എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ. I thank you for you have given me it already. കർത്താവേ, ഇത് നീ എനിക്ക് നൽകി കഴിഞ്ഞതിനായി ഞാൻ അങ്ങേക്ക് മുൻകൂറായി നന്ദി പറയുന്നു. അടുത്തേക്ക് നാളോട് പറഞ്ഞ ദൈവരാജ്യത്തിലെ യാചകനായി ജീവിക്കരുത്, യാചകയായി ജീവിക്കരുത്. ദൈവരാജ്യത്തിലെ യാചകനാകരുത്, യാചകയാകരുത്. We are children. നമ്മൾ മക്കളാണ്. Hallelujah. Hallelujah. We are children of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. In Christ all the promises are yes. ക്രിസ്തുവിൽ സകല വാഗ്ദാനങ്ങൾക്കുമുള്ള ഉത്തരം യെസ്, ഉവ്വ് എന്നാകുന്നു. So in Christ God says yes. അതുകൊണ്ട് ക്രിസ്തുവിൽ ദൈവം പറയുന്നത് യെസ് എന്നാകുന്നു. So through him the amen is spoken by us. എന്നാൽ അവനിൽ നിന്ന് ആമേൻ പറയേണ്ടത് നാമാണ്. രോഗസൗഖ്യം ദൈവം പറയുന്നു യെസ്, നമ്മൾ എന്ത് പറയും? ആമേൻ. ആമേൻ. ഒരു വീട് വേണം, ദൈവം എന്ത് പറയുന്നു? യെസ്, നമ്മൾ എന്ത് പറയും? ആമേൻ. കല്യാണം നടക്കണം, ദൈവം എന്ത് പറയുന്നു? യെസ്, നമ്മൾ എന്ത് പറയും? ആമേൻ. നല്ലൊരു ശുശ്രൂഷ വേണം, ദൈവം എന്ത് പറയും? നമ്മളോ? ആമേൻ. യെസ്സും ആമേനും കൂടി നടക്കുമ്പോൾ ഒരു ക്രിയേഷൻ നടക്കും. ആമേൻ. ദൈവത്തിൻ്റെ യെസ്സും നമ്മുടെ ആമേനും കൂടി ചേരുമ്പോൾ ഒരു പുതിയ സംഭവം ഉളവാകും. പരിശുദ്ധാത്മാവിൽ ലോകത്തോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ആരെല്ലാം കാണുന്നോ കേൾക്കുന്നോ പ്രഖ്യാപിക്കുന്നു, ദൈവം പറയുന്ന ഓരോ യെസ്സിനോടും ആമേൻ പറയാൻ ആരെല്ലാം തയ്യാറാകുമോ? 2017 അവർ ഇതുവരെ കാണാത്ത ചില സൃഷ്ടിപ്പ് കാണാൻ പോകുക. പോരാ, കൈകൾ അടിച്ച് കർത്താവിനോട് പറ ആമേൻ. ശക്തിയോടെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് something is being created right now. ഈ സമയത്ത് ക്രിയാത്മകമായി ചിലത് സംഭവിക്കുകയാണ്. Something is getting created right now. ഈ സമയത്ത് ക്രിസ്തുവിൽ നിന്ന് ചിലത് സംഭവിക്കുന്നു. Some promises are coming into the fulfillment right now. ഈ സമയത്ത് ചില വാഗ്ദാനങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് ഇത് ഇറങ്ങി വന്ന് സംഭവിക്കാൻ പോകുന്നു. Receive the anointing, receive the power and receive the promises right now. ഇപ്പോൾ വാഗ്ദാനങ്ങളുടെ നിവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഷേകത്തെ, ശക്തിയെ എത്ര ബ്ലെസ്സിംഗ് സെന്ററിലുള്ള ദൈവമക്കൾ കൈകൾ ചേർത്തടിച്ച് ആമേൻ പറഞ്ഞു സ്വീകരിക്കൂ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101.
സഹോദരി 12 വർഷങ്ങളായിട്ട് തനിക്ക് തൈറോയ്ഡ് വളരെ കൂടുതലായിരുന്നു. മാത്രമല്ല തൻ്റെ ഈ ഭാഗത്തായിട്ട്, കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുഴയുടെ വലിപ്പത്തിൽ അത് വളരെ സാധാരണ തൈറോയ്ഡ് പേഷ്യൻസിനേക്കാൾ അത് വളർന്ന് ഗ്രോത്ത് ആയിട്ടിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. താൻ പറഞ്ഞത് 12 വർഷമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും കഴിക്കാൻ പറ്റാറില്ല. ഇഡ്ഡലി, പുട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. താൻ ചെയ്തുകൊണ്ടിരുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഹോർലിക്സ് കലക്കി കുടിക്കും, അല്ലെങ്കിൽ ഓട്സ് പാലിൽ കലക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ 12 വർഷവും ഈ സഹോദരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആരോഗ്യമുള്ള കാര്യങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പറയൂ. ഓക്കെ, പക്ഷേ താൻ വലിയ ഡോസുള്ള മെഡിസിൻസ് ആണ് ഡോക്ടർ തനിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു 2 വർഷത്തിന് മുൻപ് തനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനൊക്കെ വന്നു. താൻ അതിൻ്റെ മരുന്ന് കൂടി കഴിച്ചപ്പോൾ ഈ തൈറോയിഡിൻ്റെ മരുന്നും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ രാവിലെ മുതൽ ഷിവറിങ്ങും പല പ്രശ്നങ്ങളായി. താനൊരു സിംഗിൾ മദറാണ്, താൻ തന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി വരാൻ തുടങ്ങി, തളർച്ച വരാൻ തുടങ്ങി, ബോഡി മൊത്തം വിറക്കാൻ തുടങ്ങി. താൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പോൾ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ അല്പം ഡോസ് കുറക്കാം, കാരണം ഈ 2 മരുന്നുകളും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടാണ് സിസ്റ്ററിന് ഷിവറിങ്ങും തലകറക്കവും എല്ലാം വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരല്പം ഡോസ് കുറച്ച് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഒരു സർജറി വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡോസ് കുറക്കുന്നത്. 1.5 വർഷം കഴിഞ്ഞ് നമുക്കിത് റിമൂവ് ചെയ്യണം, കാരണം ഇത്രയും ഇനി ഭാവിയിലേക്ക് നല്ലതല്ല, ഈ ഗ്രോത്ത് ഇങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല. 1.5 വർഷം കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ സിസ്റ്റർ ഈ കഴിച്ചിട്ട് പിന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഡോക്ടറോട് പറയാതെ മരുന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ താൻ സ്ഥിരമായി നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിൽ വരുമായിരുന്നു. ഓരോ ആഴ്ചയും ഡാമിൻ ബ്രദർ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും തൈറോയ്ഡ് അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്തൊക്കെ കർത്താവിനെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയിലും താൻ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സംഭവിച്ചത് ഇത് ഡോക്ടർ പറഞ്ഞതുപോലെ തനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. 1.5 വർഷമായി ആ ഓപ്പറേഷന് വേണ്ടി താൻ അഡ്മിറ്റ് ആവേണ്ട സമയമായി. അപ്പോൾ ചെക്കപ്പിന് വേണ്ടി അതേ ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ താൻ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് സാമ്പിൾ എടുത്തിരുന്നു, തനിക്ക് ടെസ്റ്റ് ചെയ്യാനും ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരുന്നു. ഡോക്ടർ ചോദിച്ചത്, നിങ്ങളുടെ തന്നെ ബ്ലഡ് ആണോ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്? അങ്ങനെ ഒരു അസുഖം നിങ്ങൾക്ക് ഇല്ല, എല്ലാം വളരെ നോർമലായിരിക്കുന്നു, മരുന്ന് കഴിക്കേണ്ട, ഓപ്പറേഷൻ ആവശ്യമില്ല. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയാണ്. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിച്ചാലോ. മരുന്ന് കഴിക്കാതെ നിർത്തി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ കഴിക്കാതെ ഈ വിശ്വാസത്താൽ പിടിച്ചു നിന്നപ്പോൾ അപ്പോഴെനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, തൊണ്ട പിടിച്ചിട്ടാണ് ഞാൻ വർഷിപ്പ് സോങ് പാടിയത്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ അറിഞ്ഞില്ല, ഇപ്പം പോയി സർജറിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോഴേ എനിക്കില്ല എന്നുള്ളത് അറിഞ്ഞത്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നീ കൊടുത്ത ഈ വിടുതലായി നന്ദി. ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് കർത്താവ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തികൾ കൂടെ ഈ സാക്ഷ്യത്തോടൊപ്പം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ, സമാധാനം ഈ സമയത്ത് ഓരോ വ്യക്തികളുടെ മേലും വന്നു ചേരട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് പരീക്ഷാകാലമാണ്. പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ പരീക്ഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷാകാലമാണ്. കഴിഞ്ഞ ഏതാണ്ട് 9 മാസത്തോളമായി നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം തന്നെ അത് അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കണക്ക് കൂട്ടുന്ന മാസങ്ങളാണ് ഈ മാസം. ഈ മാസങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വല്ലാത്ത അസുഖങ്ങൾ വരുന്നതും ഭയമുണ്ടാകുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ പല വിദ്യാർത്ഥികൾക്കും ടൈം ടേബിൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്ന അതേ കാര്യം ബ്ലെസ്സിങ് ടുഡേ ഈ വർഷവും ചെയ്തു. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ടൈം ടേബിൾ ദയവായി ബ്ലെസ്സിങ് ടുഡേയുടെ അഡ്രസ്സിലേക്ക് അയക്കുക. നമ്മുടെ പ്രെയർ വോരിയേഴ്സ്, നമ്മുടെ പ്രാർത്ഥനാ പടയാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതത് ദിവസങ്ങളിൽ, പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പേര്, മറ്റ് ഡീറ്റെയിൽസ് ഉള്ള ആ ടൈം ടേബിൾ അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കും. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടുകൂടെ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ ശരീരത്തിൽ വളരെയധികം നീര് വയ്ക്കുന്ന ചില രോഗികൾ, കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവ്, പൂർണ്ണമായ സൗഖ്യം ആ ശരീരത്തിൻ്റെ മേൽ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥികൾ ഒടിഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. കർത്താവെ, നീ അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശ്വാസതടസ്സമുള്ള ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ. ആസ്മയുടെ പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ശ്വാസകോശത്തിനകത്ത് നീര് കെട്ടുന്ന ചില അസുഖങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോൾ ബ്ലാഡറിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കിഡ്നിക്കകത്തുള്ള ചില തകരാറുകൾ ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ്. യൂറിക് ആസിഡിൻ്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവെ സൗഖ്യമാകട്ടെ കർത്താവെ, വിടുതൽ നടക്കട്ടെ. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. നീ വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. ഏത് വിധത്തിലുള്ള രോഗമാണ് നിങ്ങളുടെ ശരീരത്തിലെങ്കിലും ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളൊന്ന് നീട്ടാമോ? ഹൃദയത്തിൽ നിന്ന് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും കർത്താവെ, ഇപ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഇവരുടെ കരച്ചിൽ കേട്ട് കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ കരം ചലിപ്പിച്ച് ഇവരെ സൗഖ്യമാക്കണമേ അപ്പ. അങ്ങ് വിടുവിക്കണമേ അപ്പ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരത്തെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന പലരും ഉണ്ട് കർത്താവെ. കുടുംബ പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നീ അവരെ വിടുവിക്കണമേ. കുടുംബത്തിനകത്ത് ദൈവിക സമാധാനത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തെ അവർക്ക് തിരികെ കൊടുക്കണമേ കർത്താവെ. സമാധാനമുള്ളൊരു അന്തരീക്ഷം അവരുടെ കുടുംബത്തിനകത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരോടും തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.